അടുത്തത് ശ്രീ വാഴൂർ സോമൻ, അങ്ങേക്ക് 9 മിനിറ്റ് എടുക്കാം. ഇവിടെ അവതരിപ്പിച്ച 3 ധനാഭ്യർത്ഥനകളെയും ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. കഴിഞ്ഞ മാസം ആദ്യവാരത്തിൽ നമ്മുടെ ബഹുമാന്യായ ക്ഷീരവികസന വകുപ്പ് മന്ത്രി എൻ്റെ മണ്ഡലമായ പീരുമേട്ടിൽ, പ്രത്യേകിച്ച് കോലാഹലമേട്ടിൽ ഒരു സന്ദർശനം നടത്തുകയുണ്ടായി. അവിടെ KLD ബോർഡിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കുവാനും ഡയറി സയൻസ് കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും വേണ്ടിയാണ് എത്തിച്ചേർന്നത്. അവിടെ 14 പദ്ധതികൾക്കാണ് പുതുതായി തുടക്കം കുറിച്ചത്. ക്ഷീരമേഖലയിൽ സമഗ്രമായ വികസനത്തിനുള്ള പദ്ധതികൾ കുറിച്ച ബഹുമാനപ്പെട്ട മന്ത്രിയെ അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. ഏതാണ്ട് 500-ലധികം ഏക്കർ സ്ഥലത്താണ് KLD ബോർഡും ഡയറി സയൻസ് കോളേജും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു സാർവദേശീയ അടിസ്ഥാനത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമുച്ചയമായി അതിനെ മാറ്റുവാൻ കഴിയും എന്ന കാര്യമെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ KLD ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുവാനുള്ള നിരവധി നിർദ്ദേശങ്ങളും അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. അതെല്ലാം നടപ്പാക്കുവാനുള്ള നടപടികളുമായി ബഹുമാനപ്പെട്ട മന്ത്രിയും വകുപ്പും മുന്നോട്ട് പോകുന്നു എന്നതിൽ അങ്ങേയറ്റം സന്തോഷം അറിയിക്കുകയാണ്. മറുഭാഗത്ത് വനം വകുപ്പ് മന്ത്രി ആണ് ഉള്ളത്. നമ്മുടെ വനം വകുപ്പ് മന്ത്രി വളരെ സമർത്ഥനായ മന്ത്രിയാണ്, അങ്ങേയറ്റം ബഹുമാനം കൊടുക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വകുപ്പും അതിലെ ഈ മൃഗങ്ങളുടെയും ശല്യം കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്നുള്ളത് തുറന്നു പറയാതെ തരമില്ല. അതിലെ കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ പണി എന്താണെന്നുള്ളത് ഗൗരവമായി ഇനിയെങ്കിലും മന്ത്രി പരിശോധിക്കണം. 1916 റവന്യൂ ഭൂമിയായിരുന്ന മൗണ്ട് സത്രം പ്രദേശത്തെ അവിടെ സർക്കാർ റവന്യൂ വകുപ്പ് വിട്ടുകൊടുത്തതനുസരിച്ച് ഒരു എയർ സ്ട്രിപ്പ് NCCക്ക് വേണ്ടി ഒരു എയർ സ്ട്രിപ്പ് പണിയുവാൻ അനുമതി കിട്ടി. കേന്ദ്ര സർക്കാരിൻ്റെയും അനുമതി ലഭിച്ചു. 1917 അത് വനം ആയിട്ട് പ്രഖ്യാപിച്ച് ഇപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങൾക്കെല്ലാം തടസ്സം സൃഷ്ടിക്കുകയാണ്. രേഖകൾ കൊണ്ടുവരാൻ പറഞ്ഞാൽ അവരുടെ രേഖയില്ല. 16 റവന്യൂ ഭൂമിയായിരുന്നു. അതിനു മുൻപ് ആ ഭൂമി HNL വേണ്ടി പാട്ടത്തിന് നൽകി എന്നുള്ള ഒരു തെറ്റാണ് റവന്യൂ വകുപ്പിന് സംഭവിച്ചത്. ഇന്നിപ്പോൾ അവിടെ റവന്യൂ വകുപ്പിനെയും അടുപ്പിക്കത്തില്ല. നിരവധി ചർച്ചകൾ നടത്തി. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലും ചർച്ച നടന്നു. പക്ഷേ അതിൻ്റെ തടസ്സം നീങ്ങിയില്ല. കോടിക്കണക്കിന് രൂപ മുടക്കിയത് അത് യാതൊരു പ്രയോജനവുമില്ലാത്ത രീതിയിൽ ഏതാണ്ട് 1000 കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുവാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിക്കാണ് വനം വകുപ്പ് തുരങ്കം വെച്ചിട്ടുള്ളത്. മന്ത്രി ഇടപെടലുകളൊക്കെ നടത്തി. പക്ഷേ മന്ത്രി പറഞ്ഞാൽ ഈ IFSകാർ കേൾക്കുമോ എന്ന കാര്യം ഇപ്പോൾ എനിക്കും സംശയമായി തുടങ്ങിയിട്ടുണ്ട്. പറയാതെ തരമില്ല. അതുകൊണ്ട് ആ എയർ സ്ട്രിപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായും പുനരാരംഭിക്കുവാൻ വേണ്ട ശക്തമായ നിലപാട് കൈക്കൊള്ളണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷന് വേണ്ടി ആഭ്യന്തര വകുപ്പിന് സ്ഥലം അനുവദിച്ചു കൊടുത്തു. 5 ഏക്കർ സ്ഥലം അനുവദിച്ചു കൊടുത്തു. അവർ സ്ഥലമെല്ലാം അളന്ന് തിട്ടപ്പെടുത്തി കെട്ടിടം പണി ആരംഭിച്ചപ്പോൾ അതിനും സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുകയാണ്. KTDCക്ക് 5 ഏക്കർ സ്ഥലം നൽകി കെട്ടിടം പണി കോടികൾ മുടക്കി 3/4 ഭാഗവും തീർന്നു കഴിഞ്ഞപ്പോൾ അതിനും ഇതേ ന്യായം പറഞ്ഞ് തടസ്സമുണ്ടാക്കുകയാണ്. ഇതിങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും? 800ഓളം കുടുംബങ്ങൾക്ക് സീറോ ലാൻഡ് പദ്ധതിയിൽപ്പെടുത്തി പാവങ്ങൾക്ക് ഭൂമി അനുവദിച്ചു കൊടുത്ത് അളന്ന് തിട്ടപ്പെടുത്തി കൊടുത്തതാണ്. ആ ഭൂമിയിൽ പ്രവേശിപ്പിക്കുവാൻ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കുന്നില്ല. മാത്രമല്ല ഒരു 26 കൃഷിക്കാരെ നേരത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒഴിവാക്കിയത് ഹൈക്കോടതി പറഞ്ഞു അവർക്ക് അവിടെ സ്ഥലം കൊടുക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 26 പേർക്ക് കൊടുക്കാൻ
തീരുമാനമെടുത്തു. അതിനുള്ള നടപടികൾ നീക്കുവാൻ വേണ്ടി ഇടുക്കി RDO സബ് കളക്ടറെ സെറ്റിൽമെൻറ്റ് ഓഫീസറായും നിയമിച്ച് നടപടികൾ നീങ്ങുക. പക്ഷേ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കത്തില്ല. അപ്പം മൃഗങ്ങളെ കൊണ്ടും വന്യമൃഗങ്ങളെ കൊണ്ടും ഞങ്ങൾക്ക് രക്ഷയില്ല, വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും രക്ഷയില്ലാത്ത ഒരവസ്ഥയാണ് എന്ന് തുറന്നു പറയേണ്ടിയിരിക്കുകയാണ്. ഇക്കാര്യങ്ങളിൽ ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് ഒരു കാലത്ത് ഇൻഡോസിസ് പ്രോജക്റ്റ് ആയിരുന്നു. KLD ബോർഡ് വരുന്നതിന് മുമ്പ് ഇൻഡോസിസ് പ്രോജക്റ്റ് ആയിരുന്നു അവിടെ പ്രവർത്തിച്ചിരുന്നത്. ആ ഇൻഡോസിസ് പ്രോജക്റ്റിന് അനുവദിച്ചു കൊടുത്ത സ്ഥലത്തും ഇപ്പോൾ വനം വകുപ്പ് ജണ്ട ഇട്ട് തുടങ്ങി. വലിയ ശല്യമാണ്. ജനങ്ങൾ പൊറുതിമുട്ടി അവിടെയും തർക്കം ഉന്നയിച്ചിരിക്കുക. ഇവരോട് റെക്കോർഡ് കൊണ്ടുവരാൻ പറഞ്ഞാൽ അവരുടെ റെക്കോർഡില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിൽ റെക്കോർഡില്ല. ജനങ്ങളുടെ കയ്യിലും KLD ബോർഡിൻ്റെ കയ്യിലും ഇൻഡോസിസ് പ്രോജക്റ്റിൻ്റെ കാലം തൊട്ടുള്ള റെക്കോർഡുകളെല്ലാം ജനങ്ങൾ കൊണ്ട് നിരത്തി കൊടുക്കുക. എന്നാലും നമ്മുടെ ഫോറസ്റ്റുകാർ വിടത്തില്ല. എന്തിനു വർഷങ്ങൾക്ക് മുമ്പ് PWD ആയി പ്രഖ്യാപിച്ച ഒരു റോഡാണ് ആഷ്ലി മദാമക്കുളം റോഡ്, കൂട്ടിക്കൽ റോഡ്. അതിൽ നേരത്തെ PMGSYയിൽ ഫണ്ട് വെച്ച് പണി നടന്നതാണ്. അതിനുശേഷം അത് തുടർന്ന് നടപടിയായില്ല. ഇപ്പോൾ PWD ഫണ്ട് വെച്ച് രണ്ട് വശത്തു നിന്നായി പണി നടക്കുക. അവിടെയും കൊണ്ടുപോയി റോഡിൻ്റെ നടുക്കൂടെ തന്നെ ജണ്ട സ്ഥാപിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ. ഞാൻ മിനിസ്റ്റർ പങ്കെടുത്ത യോഗത്തിൽ ഇടുക്കിയിൽ ഇക്കാര്യം ഉന്നയിച്ചു. നിർത്തിവെക്കാമെന്ന് പറഞ്ഞു. കുറച്ച് നാൾ നിർത്തിവെച്ചു. ദിവസവും നമുക്ക് ഈ വനത്തിലെല്ലാം പോയി അല്ലെങ്കിൽ അവിടെ എല്ലാം പോയി കാത്തിരിക്കാൻ പറ്റുമോ? ഈ അടുത്ത ഇടയ്ക്ക് വീണ്ടും നോക്കുമ്പോൾ അവിടെ ജണ്ട വന്നുകൂടിയിരിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട മന്ത്രി ഈ കാര്യങ്ങൾ കുറേ കൂടി ഗൗരവമായി ഇടപെടുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് മുൻകൈയെടുത്ത് കോലാഹലമേട്ടിൽ പാഞ്ചാലിമേട്ടിൽ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തു. 3 കോടി രൂപ മുടക്കി പദ്ധതിക്ക് രൂപം കൊടുത്തു. പദ്ധതി ഏതാണ്ട് 90% പൂർത്തിയായി. കഴിഞ്ഞ മാസം അവിടെയും സ്റ്റോപ്പ് മെമ്മോയുമായിട്ട് വന്നിരിക്കുക വനപാലകർ. ഈ മൃഗങ്ങളെല്ലാം ഇപ്പോൾ താലൂക്ക് ഓഫീസിൻ്റെ പരിസരത്തും കോടതി സമുച്ചയത്തിൻ്റെ പരിസരത്തും NHലും എല്ലാം ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. അതിനെയൊന്നും ഓടിച്ചു വിടാനായിട്ട് ഇവർക്ക് നേരമില്ല. നേരെ മറിച്ച് എവിടെയെല്ലാം റവന്യൂ ഭൂമി തരിച്ചു കിടപ്പുണ്ടോ അതെല്ലാം നോട്ടിഫൈ ചെയ്യിച്ച് ഫോറസ്റ്റ് ആക്കുന്ന പണിയാണ് മുഖ്യമായും വനംവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുറന്നു പറയാതെ തരമില്ല. പരിഹാരം കണ്ടേ പറ്റൂ. ഞങ്ങളുടെ പീരിമേട്ടിൽ ഈ മൃഗങ്ങളെല്ലാം ഇങ്ങനെ നടന്നിട്ട് അവിടെ ഒരു റേഞ്ച് ഓഫീസ് ഇല്ല. റേഞ്ച് ഓഫീസ് എവിടെയാണ്? റേഞ്ച് ഓഫീസ് കോട്ടയം ജില്ലയിലാണ്. ഞങ്ങളുടെ DFO ഓഫീസ് അത് കോട്ടയം ജില്ലയിലാണ്. റേഞ്ച് ഓഫീസ് എരുമേലിയിൽ. ദയവ് ചെയ്ത് ഒരു റേഞ്ച് ഓഫീസ് ആ വളഞ്ചാങ്കാനത്ത് ഒരു പുതിയ കെട്ടിടം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പണിയുന്നുണ്ട്. അവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൂടെ? എത്രയോ പ്രാവശ്യം ഈ സഭയിൽ തന്നെ ഞാൻ ഉന്നയിച്ചതാണ്. ഒരു പരിഹാരവുമില്ല. ജില്ലയിലെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അതെല്ലാം പറഞ്ഞാൽ ഇവിടെ നിരവധി മണിയാശാൻ ഉൾപ്പെടെ നിരവധി പേരുണ്ട്. എല്ലാ മീറ്റിങ്ങിലും പറയുന്നു. സഹികെട്ടത് കൊണ്ടാണ് ഇത്രയും തുറന്നു പറയേണ്ടി വന്നത് എന്ന കാര്യം പറയട്ടെ. അതുകൊണ്ട് കോട്ടയത്തുള്ള DFO വനം ഇടുക്കിയിലാണ്, DFO ഓഫീസ് കോട്ടയത്ത്, വനം പീരിമേട്ടിലാണ്, റേഞ്ച് ഓഫീസ് കോട്ടയം ജില്ലയിൽ എരുമേലിയിൽ. എത്ര തലതിരിഞ്ഞ് ഏർപ്പാടുകളായി നടക്കുന്നത്. ഇതെല്ലാം ഒന്ന് അവസാനിപ്പിക്കണ്ടേ? അതിന് പരിഹാരം കാണണം. ഈ അടുത്ത കാലത്ത് തേക്കടിക്കടുത്ത് സ്പ്രിംഗ് വാലി എന്ന സ്ഥലത്ത് എല്ലാം മെയിൻ റോഡിനോട് സമീപത്തുള്ള പ്രദേശമാണ്. അവിടെ ഒരു ദിലീപിനെ ഒരു കാട്ടുപോത്ത് വെട്ടി. അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്ത് വന്നാൽ വെട്ടിയത്, അല്ലാതെ വനത്തിൽ അങ്ങേര് പോയി വെട്ടിയതല്ല. അദ്ദേഹത്തിൻ്റെ കൃഷി സ്ഥലത്ത് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ കാട്ടുപോത്ത് വന്ന് വെട്ടി. ജനങ്ങളെല്ലാം ചേർന്ന് DFOയെയും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഫോറസ്റ്റിനെയും അതേപോലെ തന്നെ സർക്കിൾ ഇൻസ്പെക്ടറെയും മറ്റധികാരികളെയെല്ലാം തടഞ്ഞു വച്ചു. സ്ഥലം MLA ആണ്. ഞാൻ അതിനടുത്ത് 3 കിലോമീറ്റർ അപ്പുറയാണ് താമസം. എന്നെ ആളുകൾ വിളിച്ചറിയിച്ച് ഞാനും ചെന്നു.
ചെന്നപ്പോൾ ജനങ്ങൾ മുഴുവൻ നിരാമയ എന്ന് പറയുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു റിസോർട്ടിൻ്റെ പരിസരത്ത് ആയിരക്കണക്കിന് ആളുകൾ കൂടിയിരിക്കുക. തീരുമാനം ഉണ്ടാക്കിയിട്ടേ വിടൂ എന്ന് പറഞ്ഞു. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ വിളിച്ചു. അപ്പം പറഞ്ഞു അതെങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് തീർത്ത് വിട് എന്ന് പറഞ്ഞു. ചികിത്സാ സഹായം ചെയ്യാം, ഏർപ്പാടുകൾ ചെയ്യാമെന്ന് പറഞ്ഞു. മന്ത്രി വാക്ക് പറഞ്ഞു. ഞാൻ മന്ത്രിയെ വിശ്വസിച്ച് ഞാൻ എന്ത് ചെയ്തു, അവരോടെല്ലാം പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, ചികിത്സാ സഹായം ചെയ്യും. അയാളുടെ ഭാര്യയ്ക്ക് അയക്കിനി മാസങ്ങളോളം ജോലി ചെയ്യാൻ പറ്റത്തില്ല. അയാളുടെ ഭാര്യയ്ക്ക് അവിടെ EDCയിൽ എന്തെങ്കിലും ഒരു ചെറിയ പണിയൊക്കെ കൊടുത്ത് നമുക്ക് പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും സമ്മതിച്ച് തീർത്തു. 1 ലക്ഷം രൂപ കൊടുത്തു. 7 ലക്ഷം രൂപ ആശുപത്രിയിൽ ബില്ലായി. ബാക്കി പണം കൊടുത്തിട്ടില്ല. ഒരു ജനപ്രതിനിധിയായ ഞാൻ ആയിരക്കണക്കിന് ആളുകളുടെ മുൻപിൽ പറഞ്ഞ വാക്കിന് വല്ല വിലയും കൽപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പീരിമേട് മണ്ഡലം എന്ന് പറയുന്നത് മുണ്ടക്കയത്ത് മണ്ഡലം അവസാനിക്കുന്നത് വരെയും വനം വകുപ്പിൻ്റെ ഏരിയയാണ്. അതുകൊണ്ട് വനം വകുപ്പിനെ കൊണ്ട് പൊറുതിമുട്ടി ഇത് പറയേണ്ടി വന്നതിൽ അതിയായി ഖേദിക്കുന്നു. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.